ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്, നിന്റെ മക്കൾ ഫോണിൻ്റെ പിടിയിലാണോ? ആണെങ്കിൽ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്നുള്ളത് വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കള് അവര് ഫോൺ അഡിക്ഷനാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ അല്പസമയം പോലും കയ്യിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഓവർ ദ ലിമിറ്റായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു. അതുമൂലം അവരുടെ പഠനം താറുമാറാകുന്നു, കുടുംബാംഗങ്ങളോടുള്ള ബന്ധം താറുമാറാകുന്നു. ഇതെല്ലാം പലരും പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അമ്മ പറഞ്ഞ കാര്യം, എനിക്ക് 2 മക്കളുണ്ട്, 2 പേരും ഫോണിൻ്റെ പിടിയിലാണ്. ഇനി ഇത് കാരണം ഇവർ പല്ല് തേക്കുന്നുണ്ടോ, ശരിക്കും കുളിക്കുന്നുണ്ടോ, ഇതുപോലും എനിക്ക് സംശയം. കാരണം അതുപോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഫോണിൻ്റെ ഉപയോഗം. ഇനി അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടത്തുമില്ല. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇത് കണ്ടിട്ട് നെഞ്ചുരുവാണെന്നാണ് ആ അമ്മ പറഞ്ഞത്. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് തള്ളപ്പെട്ട വ്യക്തികൾ, വേറൊരു സഹോദരി പറഞ്ഞൊരു കാര്യം, മകളുടെ ഫോൺ എടുത്തു മാറ്റി അവളുടെ നന്മയ്ക്ക് വേണ്ടി. അവൾ അങ്ങനെയെങ്കിലും കുറച്ചൊന്ന് പഠിച്ച് പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി. പക്ഷെ അവള് അബ്നോർമലായി മാറിയെന്നാണ് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് ഫോൺ കയ്യിൽ നിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അബ്നോർമൽ അവസ്ഥ. ആ അവസ്ഥയിൽ പോയി ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ചും എത്രയെത്ര സംഭവങ്ങളാണ് സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് പോംവഴിയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 4 പോംവഴികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവവചന വെളിച്ചത്തിൽ. അതുപോലെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയേ ഉള്ളൂ ഈ ഒരു പ്രശ്നത്തിന് പരിഹാര മാർഗം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ആദ്യമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 33:30 വചനം. പ്രഭാഷകന്റെ പുസ്തകം 33:30 വചനം. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. ഈ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എനിത്തിങ് ഓവർ ദ ലിമിറ്റ് ഈസ് ഡേഞ്ചറസ്. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. ഒന്നിനോടും അളവ് വിട്ട് നമ്മൾ അടുക്കരുത്. അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകരുത്. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ സുരക്ഷിതരായിരിക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ നമുക്കറിയാമല്ലോ, ഭക്ഷണം കഴിക്കുന്ന കാര്യമാണേലും വണ്ടി ഓടിക്കുമ്പോഴത്തെ സ്പീഡാണേലും അങ്ങനെ ഏത് കാര്യമാണേലും അളവ് വിട്ടു പോയി കഴിഞ്ഞാൽ അത് അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, എന്തിനും ഏതിനും ഒരു സമയമുണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റും. എനിക്കറിയാം, ഇന്ന് ചില വ്യക്തികൾ അവർ വളരെ ഡിസിപ്ലിൻഡാണ്. അതുകൊണ്ട് ഓവർ ദ ലിമിറ്റായിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കത്തില്ല, ഓവർ ദ ലിമിറ്റായിട്ട് അവർ ഫോൺ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ, ഇത് നമുക്ക് വളരെ ആവശ്യമാണ്. സഭാപ്രസംഗൻ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഭക്ഷിക്കാനൊരു സമയം, ഭക്ഷിക്കുന്നത് നിർത്താനൊരു സമയം, വിശ്രമിക്കാനൊരു സമയം, അധ്വാനിക്കാനൊരു സമയം, സംസാരിക്കാനൊരു സമയം, മിണ്ടാതിരിക്കാനൊരു സമയം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് പാലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 കൊരിന്തോസ് 9-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ, കായികാഭ്യാസികൾ അവരുടെ കായിക മേഖലയിൽ വിജയം വരിക്കാൻ ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കും. ഡിസിപ്ലിൻ അത് അവർ സീരിയസ് ആയിട്ട് എടുത്ത് മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് അവർക്ക് വിജയം വരിക്കാൻ സാധിക്കുക, ട്രോഫി സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. അവരൊക്കെ നശ്വരമായ ഒരു ട്രോഫിക്ക് വേണ്ടി ഓടുന്നവരാണ്. പക്ഷെ നമ്മൾ അനശ്വരമായ ട്രോഫി, അതാണ് സ്വർഗം. അപ്പം അതിന് ഈ ആത്മനിയന്ത്രണം ഇല്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ ഫോണൊക്കെ ഉപയോഗിക്കും, പക്ഷെ ഇടയ്ക്കൊക്കെ ചിലപ്പം ഒരു മാസത്തിൽ 2-3 ദിവസമൊക്കെ ആയിരിക്കാം തൊടത്തില്ല. ആ ഫോണെ ഞാൻ തൊടത്തില്ല. ഞാൻ ധ്യാനത്തിന് പോവുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോകത്തില്ല. വല്ല ഒരു അത്യാവശ്യം വന്നാൽ പോകുന്ന വഴിക്കാണേലും അവിടെ ചെന്നിട്ട് ഓഫാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. പുള്ളി പറഞ്ഞത് ഞാൻ എടുക്കത്തില്ല, അതിൻ്റെ പേരിൽ തന്നെ ഇതിന് മാത്രം വലിയ സംഭവം ഉണ്ടാകാൻ പോവുക. അങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുക്കുന്നവർക്ക് ഇങ്ങനെ ഈ ഓവർ ദ ലിമിറ്റായിട്ട് ഒന്നിലേക്കും പോകാതിരിക്കാനുള്ള ഒരാത്മനിയന്ത്രണം അവർക്ക് പാലിക്കാൻ പറ്റും. പല സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഫോൺ മാറ്റിയപ്പോൾ, ടാബ് എടുത്ത് മാറ്റിയപ്പോൾ സമനില നഷ്ടപ്പെട്ട മക്കളുടെ സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. അവരുടെ നന്മയ്ക്ക് വേണ്ടി ഫോൺ എടുത്ത് മാറ്റി വെച്ചതാണ്, പിറ്റേ ദിവസം ആൾ തൂങ്ങിക്കിടക്കുന്ന കാണുക. അവർ പോയി ആത്മഹത്യ ചെയ്തു. വേറൊരുത്തൻ അവൻ്റെ ലാപ്ടോപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും, അവനത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവന് അതിൻ്റെ പേരിൽ ഇത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്ന പല സാധനങ്ങളും അടിച്ചു പൊട്ടിക്കാനും കഥയൊക്കെ ചവിട്ടി പൊളിക്കാനും തുടങ്ങി. ഇങ്ങനെ സമനില പോലും നഷ്ടമാകുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഇനി എന്താണ് ഇതിന് പരിഹാരം? ഒരു 4 വഴികൾ, പരിഹാര മാർഗങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഒന്നാമത്തെ പരിഹാരം, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതേ വളമിടേണ്ട സമയത്ത് നമ്മൾ വളമിടണം എന്ന് പറഞ്ഞ പോലെ മക്കളെ കരുതണം, തിരുത്തണം. ഇത് രണ്ടും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കരുതണം, അവരെ മനസ്സിലാക്കാൻ നമുക്ക് അവരോട് ഒരടുപ്പം ഉണ്ടാകണം.
അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാത്തിനും നമുക്ക് യേസ് മൂളാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതൊരു നാശത്തിന് കാരണമായിട്ട് മാറും. മക്കളെ വെട്ടിയൊരുക്കേണ്ടടുത്ത് വെട്ടിയൊരുക്കണം, തിരുത്തേണ്ടടുത്ത് തിരുത്തണം. അതിനുപരിയായി അവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടെങ്കിൽ, മാതാപിതാക്കൾ പരാജയപ്പെട്ടെങ്കിൽ മക്കൾ ഇതുപോലെ ഫോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയതിൽ എന്താ അതിശയിക്കാനുള്ളത്? രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. നമുക്കറിയാമല്ലോ, മക്കളെ ദൈവം ദാനമായി നൽകുന്നതാണ്. ആ മക്കൾക്ക് കൊടുക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദൈവത്തെ കൊടുത്ത് വളർത്തണം, ദൈവവിചാരം അവരിൽ ജനിപ്പിക്കണം. മാതാപിതാക്കൾക്ക് അതില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ സാധ്യമാവും? അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ എനിക്കറിയാം, ഒരുപാട് സമ്പത്തൊന്നും അവർ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ല. ദിവസവും മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിൽ പാപത്തിൽ വീഴാതെ ദൈവം അവരെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു പരാജയമായിട്ട് കണ്ട് ദൈവത്തോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ തന്നെ ഫോൺ വിളി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഫോണിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിന്നും എങ്ങനെ ഒരു ആത്മനിയന്ത്രണം പ്രതീക്ഷിക്കാൻ പറ്റും? നമ്മൾ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ത്യാഗോജ്വലമായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒപ്പം നമ്മുടെ ജീവിതം അവർക്കൊരു സാക്ഷ്യമായിട്ട് മാറണം. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനും പോംവഴിയുണ്ട്, പരിഹാരമാർഗമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബോധ്യത്തോടെ നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഫോണിൻ്റെ ആ ഒരു പിടിയിൽ അമർന്നിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.